ഹലോ. അപ്പോൾ നമ്മൾ അടൂർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ റെഡിയാവുന്ന സമയത്ത് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഓൻ്റെ ഒന്നിച്ച് നമ്മളെന്താ ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ നിൽക്കുന്നുള്ളതാണ്. കാരണം അച്ഛന് സ്കൂട്ടി എടുത്തിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരും. അച്ഛൻ നമ്മളെ ബസ്സിൽ കയറ്റി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെയും കൊണ്ട് അടൂരിലേക്ക് ബസ്സിൽ പോകുന്നത്. കുറച്ച് ദൂരമുണ്ട് അടൂരിലേക്ക് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ബൈക്കിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ വരുന്നൊന്നുമില്ല, ഏട്ടൻ്റെ ഒന്നിച്ച് തന്നെ ഉണ്ടായിരുന്നു. കുറേ സമയം വിളിച്ചു, പിന്നെ ഞാൻ എടുത്തതായിരുന്നു. അപ്പോൾ നമ്മൾ ബസ് കയറി പോകുന്നുള്ളതാണ്. അപ്പം ഞാൻ മുമ്പിലേ കയറി, അച്ഛനും കുഞ്ഞും ബാക്കിലായിരുന്നു കയറിയത്. അപ്പോൾ അവർ ബാക്കിൽ ഇരുന്നിട്ടാണ് ഉള്ളത്. അപ്പോൾ സൗണ്ടൊക്കെ എനിക്ക് കേൾക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ടുള്ളതാണ്. കാരണം ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ പോകുന്നുള്ളത്. ഇതുവരെ പോയിട്ടില്ല, വണ്ടിയിലല്ലാതെ ഞാൻ ഇതുവരെ ബസ്സിൽ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ഫുള്ള് കുലുക്കവും റോഡൊക്കെ എന്തോ പോലെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മുള്ളേരി എത്തി. മുള്ളേരിയിൽ നിന്ന് നമ്മൾ വേറൊരു ബസ് കയറണം അടൂർ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബസ്സിൻ്റെ സമയമൊക്കെ ഉണ്ട് ഇവിടുന്ന് ബസ്സിലേക്ക്. അങ്ങനെ പെട്ടെന്ന് ബസ്സൊന്നുമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം അച്ഛൻ നമ്മളെ ബസ് കയറ്റി വിടാൻ മാത്രമായിരുന്നു വന്നത്. പിന്നെ ഇവളെങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഇതുണ്ട് എനിക്ക്. കാരണം ഇത്രയും ദൂരം ഇതുവരെ പോയിട്ടില്ലല്ലോ. പിന്നെ ഇത് ഈ പച്ചക്കറീൻ്റെ അവർക്കൊക്കെ ടാറ്റ ആക്കുന്നുണ്ടായിരുന്നു ഓള്. അപ്പോൾ അവർ വേറൊരാളുടെ കയ്യിൽ ഇവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ച കടലൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ബസ് കയറി ബസ് വിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. സമയമൊക്കെ ഉണ്ട് ബസ് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവള് അവരോട് ചിരിക്കുന്നുള്ളതായിരുന്നു. അതാരാന്ന് എനിക്കറിയില്ല. അവരോട് നല്ല സൗണ്ടൊക്കെ ആക്കിയിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് ഫുള്ള് കുർത്തക്കേടാണ്. ഫുള്ള് ഇങ്ങനെ വലിക്കാനൊക്കെ പോവാറുണ്ട്. ഇരുന്നിടത്തൊന്നും ഇരിക്കാറില്ല. ഫുള്ള് സൗണ്ടൊക്കെ ആക്കും. പിന്നെ അവർ സംസാരിക്കുമ്പോൾ നോക്കുന്നുള്ളതാണ്. അപ്പോൾ അവരെ ചീത്ത പറയുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-15 മിനിറ്റോ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ബസ് വിട്ടു. അപ്പോൾ സമാധാനമായി. പക്ഷെ ഇവള് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവക്ക് ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം കുളിച്ചിട്ട് ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും കരയെന്ന് തോന്നി. അപ്പോൾ കരയുന്നതിനേക്കാളും മുമ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചോക്ലേറ്റ് ഞാൻ അവളെ കയ്യിൽ കൊടുത്തു, വെറുതെ പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവളത് ദേഷ്യത്തിൽ എറിയുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം അതിൽ കളിച്ചിട്ട് ആൾ നല്ല ഉറക്കമായി. കുറച്ച് കരയൊക്കെ ചെയ്തു ഉറക്കിന് വേണ്ടിയിട്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ അവളെ കയ്യിലുണ്ടായിരുന്ന ആ ചോക്ലേറ്റ് ഞാൻ കഴിച്ചു. എനിക്ക് വിശക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഞാൻ കഴിച്ചു. പിന്നെ ഇങ്ങനെ ഈ റോഡിലെ കുലുങ്ങി പോകുമ്പോൾ എനിക്ക് ഒരിക്കൽ തോന്നി ഹസ്ബൻഡിനെ ഒന്നിച്ച് രാവിലെ തന്നെ കാറിൽ പോയാൽ മതിയായിരുന്നു എന്ന്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ചൂട് കാരണം അവിടെ ഭയങ്കര ചൂടാണ്. റൂമിലൊന്നും അങ്ങനെ കുറേ സമയം ഇരിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഇവിടെ കൊണ്ട് താഴെ ക്ലിനിക്കിൻ്റെ അവിടെ താഴെയും അങ്ങനെ കുറേ സമയം ഇരിക്കാനൊന്നും പറ്റില്ല. കാരണം പേഷ്യൻ്റൊക്കെ വരുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാണ്. ഇവർക്കും ബുദ്ധിമുട്ടാണ്, വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ ബസ്സിൽ നിന്നെ കയറ്റി വിടാം, അതായിരിക്കും നല്ലതെന്ന്. ഈ രാവിലെ തന്നെ എന്തിനാ കുഞ്ഞിനെയും വെച്ചോണ്ട് പോകുന്നതെന്ന്. അപ്പോൾ എനിക്കും തോന്നി അങ്ങനെ തന്നെ ചെയ്യാമെന്ന്. ഞാനും ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തായാലും ബസ്സിൽ വരുന്നു, ഇതുവരെ വന്നിട്ടില്ലല്ലോ ബസ്സിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബസ്സിൽ വരുന്നെന്ന്. പക്ഷേ ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ, റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, അത് ആലോചിക്കുമ്പോൾ തോന്നി വേണ്ടായിരുന്നു എന്ന്. അങ്ങനെ നമ്മളിതാ അടൂർ എത്തി. അപ്പോൾ അടൂർ എത്തുമ്പോൾ തന്നെ മുകളിലൊരു സ്റ്റോപ്പ്, താഴെ ഒരു സ്റ്റോപ്പ്, അങ്ങനെ ഓരോ സ്റ്റോപ്പൊക്കെ ഉണ്ട്. അത് നമുക്ക് ബസ്സിൽ വരുമ്പോൾ മാത്രമേ അങ്ങനെ മനസ്സിലാവൂ. അങ്ങനെ നമ്മൾ മെയിൻ സ്റ്റോപ്പ് എത്താറായി. അങ്ങനെ ഹസ്ബൻഡിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിൽ വരുമോ ഇല്ലയോ എന്നറിയില്ല. ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നടന്നിട്ട് വാ, അത്രയേ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഈ ഒരു ചൂടിനൊക്കെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് വരുമോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വിളിച്ചു, അപ്പോൾ ബിസിയാണ്. അപ്പോൾ നടന്നിട്ട് വരാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിതാ ബസ് സ്റ്റോപ്പ് എത്തി. അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതാ വണ്ടി അവിടെ കണ്ടപ്പാടൊരു സമാധാനമായി.
കാരണം നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ അതാ വണ്ടി കയറി. അപ്പോൾ ഇവൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ ഞാൻ ക്യാരറ്റ് പുഴുങ്ങിയത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കുന്നുള്ളതാണ്. ഇങ്ങനെ കേരള വെള്ളം കുടിക്കതാ. പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് വന്നു. വരുമ്പോൾ അവൾ ഉറങ്ങിയത് കൊണ്ട് നേരെ മുകളിൽ റൂമിലായിരുന്നു പോയത്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഷോപ്പിൽ ഇരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് നൈറ്റ് ഒരു പരിപാടി ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവളുടെ കയ്യിലിതാ ഡാർക്ക് ഫാൻറ്റസി കൊടുത്തതായിരുന്നു പ്രിയ. അതിന് ഓളിങ്ങനെ എറിയുന്നുണ്ടായിരുന്നു. ഓൾ എന്തായാലും താഴെ ഇട്ടിട്ട് നമ്മളത് അവൾക്ക് തിരിച്ചത് എടുത്ത് കൊടുത്താൽ ഓൾ പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട് അത് താഴെ ഇടാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ബൈ.